ഇതിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒരു ഗുഹ പോലത്തെ ഒരു സ്പോട്ടിലാണ്, അടിപൊളി സ്പോട്ടിലാണ്. അല്ല ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, ഈ സാധനം നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുള്ള സംഭവമാണ്. അടിപൊളി ഒരു ഗുഹ, നല്ലൊരു സെറ്റപ്പ്, നല്ല വെള്ളം, വാട്ടർഫോളിൻ്റെ ഒരു ഏരിയയാണ്. പക്ഷെ ഇപ്പോൾ ഈ സീസണിൽ വെള്ളം ഇല്ല, ഇവിടെ വെള്ളം കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വീഡിയോയിലൊക്കെ കാണണം സ്പോട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടണ കാണാൻ നല്ല രസം. അവിടെ ചെറിയൊരു കുളം പോലത്തെ ഒരു ഏരിയ ഉണ്ട്, അവിടെ പിള്ളേർ ചാടി കുളിക്കുന്നുണ്ട്. നല്ല 2 വീഡിയോ കിട്ടിയില്ല നമുക്ക്. ഫ്രണ്ട്സ്, ഷെഫീറാണ്. നമ്മളിപ്പോൾ ഉള്ളത് ജർസയിലാണ് കേട്ടോ. സലാല എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്, വാട്ടർഫോളുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ് ഇവിടെ. ഫാമിലീസൊക്കെ വന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ വന്നുള്ളത് കറക്റ്റ് ഒരു 8 മണിക്കാണ് ഇവിടെ എത്തിയുള്ളത്. തിരക്കൊന്നും ഇല്ലാണ്ട് ഇവിടെ ഒരു തിരക്കില്ല, സുഖമായിട്ട് വന്നു. പിന്നെ ഇപ്പോൾ ഈ ഖരീഫ് സീസൺ കഴിഞ്ഞ കാരണം ഇതാക്കി വെള്ളം നല്ല രസമുള്ള വെള്ളം, അടിപൊളി. ഇതിലിങ്ങനെ കാണുമ്പോൾ ആഴം എത്ര ഉണ്ടെന്ന് അറിയണില്ല കേട്ടോ. ഞാൻ നോക്കിയാൽ നടന്ന് ഇതൊക്കെ നനഞ്ഞ്, പാൻ്റൊക്കെ നനഞ്ഞ്, അവിടെ നിന്ന് അടിപൊളിയായിട്ട് വെള്ളം വരുന്നുണ്ട് ആ ഭാഗത്തുനിന്ന്. ശരിക്കും ആ ഭാഗത്ത് വെള്ളം, നല്ല വെള്ളമുള്ള സമയത്ത് ആ ഭാഗത്ത് അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ചാടും. അതാണ് ഇവിടുത്തെ രസം, ഇവിടുത്തെ ഭംഗി അതായിരുന്നു. ഇപ്പോൾ വെള്ളം കുറഞ്ഞു. ഇപ്പോൾ ഖരീഫൊക്കെ കഴിഞ്ഞ കാരണം ഇത് കഴിഞ്ഞു തുടങ്ങി. ഖരീഫ് ഇപ്പോൾ ഏകദേശം 2-3 മാസം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വെള്ളം ചാടും. അതാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നത്. എന്താ വണ്ടി നിൽക്കല്ലേ, ആ ഭാഗത്തുനിന്ന് അതിൻ്റെ മുകളിൽ ചാടും. ഇവിടെയൊക്കെ വെള്ളം ചാടുന്ന ഏരിയയാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്, ഇപ്പോൾ താഴത്തുനിന്ന് മാത്രമേ ഇങ്ങനെ വെള്ളം വരണുള്ളൂ. ചെറിയൊരു ചാലുണ്ട് ഇവിടെ. ആരൊക്കെ എന്തൊക്കെ തൂക്കിയിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ നേരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇത് വേണ്ട, അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഒരു ഗുഹ പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് സംഭവം അറിയില്ല. അവിടുന്ന് വെള്ളം വരുന്നുണ്ട്, പിന്നെ ഇവിടുന്ന് വെള്ളം വരുന്നുണ്ട്. അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് ചാടി വരും ഇതിൻ്റെ മുകളിൽ നിന്ന്. ഇവിടെ ആളുകൾ കുളിക്കണമൊക്കെ ഉണ്ട്, രസമായിട്ട് കുളിക്കുന്നുണ്ട്. ഇപ്പം തന്നെ സുഖമായിട്ട് കുളിക്കുക, വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് കുളിക്കുക, വലിയ പ്രശ്നങ്ങളില്ല ഇവിടെ. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ എല്ലായിടത്തും ഗുഹകളുണ്ട്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമ്മൾ പല വീഡിയോയിലും പല ഇതിലും കണ്ടിട്ടുണ്ട്. ഒരു പടവ് നോക്കിയാൽ ഇതിൽ കൂടെ നല്ലോണം വെള്ളം വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രസം കാണാൻ കേട്ടോ. അത് നിറഞ്ഞിങ്ങനെ ഒഴുകിപ്പോണതാണ്. ഇപ്പോൾ വെള്ളമില്ല, വെള്ളം കുറഞ്ഞ കാരണം വലിയൊരു ഇതില്ല. അപ്പോൾ നൈസൊരു ഇതാണ്. ഇതിലിങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ കയറിച്ചില്ല, നല്ല രസത്താണ് ഗുഹ. ഒറ്റക്കാണ് ഞാനിപ്പോൾ ഉള്ളത്, അതുകൊണ്ട് പോകാനൊരു പേടി പോലെ ഉണ്ട്. എന്നാലും നോക്കി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഗുഹകളുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറേ ഗുഹകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം വരുന്നതാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ വേറെ പ്രത്യേകത ഞാൻ അവിടെ വന്നപ്പോഴൊക്കെ കണ്ടത് എല്ലായിടത്തും ഇതേപോലെ ഒരു കവർ കെട്ടിയിട്ടുണ്ട്.
ഇത് എന്തിൻ്റെ ഭാഗമായിട്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫ്രൂട്ടിയുടെ ആണോ എന്തിൻ്റെ ആണെന്ന് വേണ്ട, എല്ലായിടത്തും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ളം ഇറ്റുന്നുണ്ട് കേട്ടോ മോളിൽ നിന്ന്. അപ്പോൾ ഗെയ്സ് ഇതാണ് ആ സ്പോട്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഇവിടുന്ന് തന്നെ ഇറങ്ങുകയാണ്. എൻ്റെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ജസ്റ്റ് ഇനി അടുത്ത ലൊക്കേഷൻ ഒന്ന് പോയി നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് ഒരു ഉച്ചവരെ എനിക്കിവിടെ ടൈമുണ്ട്. ഇനിയിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോകണ്ട, അപ്പോൾ അതിന് കാലൊക്കെ ഒന്ന് കയറ്റിച്ചാൽ ഉച്ചവരെ എനിക്കിവിടെ ടൈമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിന് മുമ്പായിട്ട് കാര്യങ്ങൾ കഴിച്ച് പോകണം. വേണ്ട, ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, ഈ സാധനം നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോവാണ്, സൈനിങ് ഓഫ് ചെയ്യാൻ പോകണം. ഇനി അടുത്തൊരു ലൊക്കേഷനിൽ പോയി നോക്കട്ടെ. അങ്ങനെ കേസ് നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. ഞാനിതാ ഇത്രേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് കാണാം, ചെറിയൊരു ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണാം. അതാണ് ആ ഗുഹ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇത് സ്ഥലത്ത് വരണം, ഈ സ്പോട്ട് വരണം എന്നൊക്കെ ഒന്ന് ആഗ്രഹമുണ്ട്. ഞാനിത് കുറേ റീൽസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. സ്പോട്ടിൽ നമ്മൾ വന്ന വണ്ടി കാരണം കിട്ടിയ ചാൻസിലൂടെ വണ്ടി കഴുകി വൃത്തിയാക്കി എങ്ങനെയുണ്ട് സ്പോട്ട്? അടിപൊളിയല്ലേ?